അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ കൃപാവര പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് കിട്ടിയിരിക്കുന്ന ആസ്തി വർദ്ധിപ്പിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഇടുക്കിയിൽ നിന്ന് ഒരു 10 വാട്ടാണ് 10 വാട്ടാണ് കറണ്ട്, അല്ലെങ്കിൽ 1000 വാട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു വിചാരിച്ചോ. ആലപ്പുഴ സപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെ? സെൻട്രൽ സ്വിച്ചിങ് ഏരിയയിൽ നിന്ന് സപ്ലൈ ചെയ്യേണ്ടത് ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്ന 1000 വാട്ട് ഇവർ സപ്ലൈ ചെയ്യേണ്ടത് 10,000 അതെങ്ങനെ വേണ്ടാണ്? സ്റ്റെപ്പ് ട്രാൻസ്ഫർ വെച്ചിട്ടാണ് ഈ സാധനം കയറ്റി മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്. ഇതുപോലെ നമ്മൾ കിട്ടുന്ന കൃപയെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? പ്രോജക്റ്റിലൂടെയാണ്. മനസ്സിലായില്ല? നമുക്ക് സ്റ്റൈൽ ലേബനത്തിലൂടെ കൃപ കിട്ടി. എന്നിട്ട് അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വർദ്ധിപ്പിക്കുക. കിട്ടിയിരിക്കുന്ന കൃപയെ സ്റ്റെപ്പ് ട്രാൻസ്ഫോർ വെച്ച് കറണ്ട് വർദ്ധിപ്പിക്കുന്ന പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപയെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. വർദ്ധിപ്പിക്കാത്ത കൊണ്ടാണ്, ട്രാൻസ്ഫോമർ ഇല്ലാത്തത് കൊണ്ടാണ് കുഴപ്പം വരുന്നത്. വർദ്ധിപ്പിക്കുന്നതിനുള്ള പണി എന്താ? പ്രോജക്റ്റുകൾ എടുത്താൽ മതി. അതായത് ഒരു മനുഷ്യന് ഒരു പ്രോജക്റ്റ് എടുക്കാൻ പറ്റാത്ത ഒരു വിഷയമില്ല. അതിൻ്റെ കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് നമ്മൾ സാധനമുണ്ട്. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇടിവെട്ട് കൊള്ളണത്. ഇപ്പം തന്നെ ഫ്രിഡ്ജ് പോയി, ടി വി പോയി എന്നൊക്കെ പറയല്ലേ. അപ്പോൾ അവർ ചോദിക്കും വി ഗാർഡ് ഉണ്ടോയെന്ന് ചോദിക്കും. ഇപ്പോൾ ഇടിവെട്ടും മിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ ഫ്രിഡ്ജ് പോയി, അടിച്ചു പോയി എന്നൊക്കെ പറയല്ലേ, ടി വി പോയി എന്നൊക്കെ പറയും. അപ്പോൾ എന്താ കാര്യം? അതിൻ്റെ വോൾട്ടേജ് സ്റ്റെബിലൈസർ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് വോൾട്ടേജ് സ്റ്റെബിലൈസർ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു ഇടിയൊക്കെ ഉണ്ടാകും, മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെല്ലാം പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ഇടിവെട്ടും മഴയോ ഉണ്ടാകും. ബൈബിളിലുണ്ടല്ലോ ഇടിവെട്ടും മഴയോ ഉണ്ടാകുമെന്ന്. ഈശോ പറഞ്ഞത് ഈശോയുടെ ഭാഷയെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞതേ ഉള്ളൂ. ഈശോ എന്താ പറഞ്ഞത്? ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ, അതാണ് സംഭവം. ഇടിവെട്ടും മഴയോ ഉണ്ടാകുന്നു. 16:33 അല്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിലല്ലേ ഇടിവെട്ടും മഴ ഉണ്ടാകുന്നു. ഈശോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഈശോ പറഞ്ഞ വാക്കാണ് ഇടിവെട്ടും മഴ. അപ്പോൾ കുടുംബത്തിൽ തട്ടും മുട്ടും വെള്ളവടിയും സംശയമൊക്കെ ഉണ്ടാകുന്ന അർത്ഥം. ഇത് മാറ്റി നിർത്തിക്കൊണ്ട് ലോകമില്ല. ഇതിലാണ് നമ്മൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് കൃപ മൾട്ടിപ്ലൈ ചെയ്യുന്ന തന്ത്രമെന്ന് പറയുന്നത്. ഇടിവെട്ടും മഴയും ദൈവത്തിന് പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. ഇപ്പം തന്നെ നമ്മൾ പ്രളയം വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചൊരു വിഷയം എന്താണെന്നറിയാമോ? ആൾക്കാരെ പാമ്പ് കടിക്കാതിരിക്കാനാണ്. എല്ലാ പാമ്പും ഇളകിയില്ലേ, മുറുക്കനും അണലിയും എല്ലാം ഇളകി. ഞാനിരിക്കുന്ന പള്ളിയിൽ 32 മുറുക്കനാണ്. ഞാൻ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, അച്ഛാ ഇതാണ് ടവർ, ഇതിൽ കഴിഞ്ഞ ആഴ്ച 32 മൂർഖനെ പിടിച്ചെന്ന് പറഞ്ഞു. ഇപ്പം ഇന്നാളെ ചെന്നപ്പോൾ അച്ഛൻ കണ്ട എന്താണ് അണലി. അപ്പം ഞങ്ങൾ JCB വെച്ച് കിളച്ചപ്പോൾ മലമ്പാമ്പിൻ്റെ കുഞ്ഞ് അത് തന്നെ ഉണ്ട്, ഇത്രയും ഉണ്ട്. പിന്നെ ആവശ്യത്തിന് മരപ്പട്ടി, ഉടുമ്പ്. ആ പള്ളി 20 കൊല്ലമായി വെച്ചിട്ട് ഇന്നുവരെ പെരുന്നാൾ നടന്നിട്ടില്ല. ഒരു കുർബാനയ്ക്ക് ഒരു അച്ഛൻ ഒരാഴ്ച വരും. ആ അച്ഛൻ അരമണിക്കൂർ കുർബാനയിലും പോവും, പിന്നെ ആരുമില്ല, അടച്ചിട്ടേക്കും. കാടും പിടിച്ച് ഒരു 200 പ്രാവും വെള്ളിമുങ്ങായും തമ്മിൽ ഭയങ്കര ചങ്ങാത്തം. എന്നിട്ട് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടും കൂടി അടുത്താക്കി ഇരിക്കണേ കാണാം. രാത്രിയാവ് വെള്ളിമുങ്ങ പ്രാവിനെ പിടിച്ച് തിന്നും. എന്നിട്ട് 2 ചാക്കി എല്ല് പ്രാവിൻ്റെ മണിമാളികയെ. അപ്പോൾ ഈ പാവപ്പെട്ട പ്രാവിനെ അറിയത്തില്ല വരുന്ന അടിച്ച് മാറ്റണമെന്ന് വെള്ളിമുങ്ങ ആണെങ്കിൽ നല്ല വെടുത്ത് കൊഴുതൊക്കെ രത്നക്കല്ലുപോലൊക്കെ ഞങ്ങൾ നോക്കി. ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഇപ്പോഴും കക്ഷികളൊക്കെ അവിടെ ഉണ്ട്. 200 കിലോ പ്രാവും തീട്ടാം. പിന്നെ ജീർണിച്ച പള്ളി എല്ലാം ഞാനത് പ്രോജക്റ്റായിട്ട് എടുത്ത് എന്താണ് കർത്താവിന് വേണ്ടി ഒരു ജോലി ചെയ്യാൻ. എന്താ കാര്യം എന്നറിയാവോ? നമ്മൾ ഒരു 10 കൊല്ലത്തെ ധ്യാനമാണ് ഒറ്റ പള്ളി ചെയ്യുമ്പോൾ കിട്ടണത്. അപ്പോൾ ഒരു പള്ളി ഞാനിവിടെ പണിത് ഇവിടെ എൻ്റെ ഇടവക്കാരിപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കൃപ കിട്ടി. ഞങ്ങളുടെ ആരുടെയിലും കാശില്ലായിരുന്നു.
ഇപ്പം ഞങ്ങൾ മുട്ടയെന്ന് ആരാധന നടത്തിയാണ് പള്ളി പണിതത്. അപ്പം ജനങ്ങളുടെ കാശ് സാമ്പത്തിക നിലവാരം ദൈവം ഉയർത്തി. ഞാൻ ആൾക്ക് ചെന്നപ്പോൾ തന്നെ പള്ളി വിളിച്ച് പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഞാൻ കാശിന് വരത്തില്ലെന്ന് പറഞ്ഞു. അത് വരാതിരിക്കാൻ കാരണമുണ്ടേ. അതായത് ഞാൻ ഈജിപ്തിൽ പോയപ്പോൾ ഇസ്രയേലിൽ പോയപ്പോൾ 10 ദിവസവും ഞാൻ കൊന്തയില്ലേ. 10 ദിവസം കൊന്തയില്ലേ. 10 ദിവസം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ 15 ദിവസം ഇല്ലാത്ത ദിവസം ഞാൻ കർത്താവിൻ്റെ കവഴത്തേക്കിനും ബെദ്ലഹേമിനും ഒക്കെ കറങ്ങി നടക്കുമ്പോഴും ഞാൻ കൊന്ത കയ്യിൽ നിന്ന് മാറ്റത്തില്ല. ഇപ്പം നിങ്ങൾ രക്ഷപ്പെടില്ലേ? കൊന്ത വന്നിട്ടല്ലേ ഞാൻ വിടണേ. ഇപ്പം ഇത് ദാവീദിൻ്റെ കുഴിമാടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് മറന്നുപോയി. എവിടെയാണ് നിൽക്കണമെന്ന് മറന്നുപോയി. പ്രാർത്ഥിച്ച് നിന്ന് മറന്നുപോയി. അപ്പോൾ പുറകിലുള്ള ആൾക്കാർ പോലും അറിഞ്ഞില്ല. അരമണിക്കൂർ കഴിഞ്ഞ് ഞാനും വിജയകുമാറും പ്രാർത്ഥിക്കാൻ ബിരുദന്മാരാണ്. ഞങ്ങൾ രണ്ടും കൂടി ഇന്ന് പ്രാർത്ഥിക്കാൻ മുമ്പിൽ ദാവീദിൻ്റെ കുഴിമാടത്തിന് അരിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ. ഇവിടെ യഹൂദന്മാർ നല്ല ശരിക്കും കുന്തിരിക്കാൻ പോയിച്ചുകൊണ്ട് സങ്കീർത്തനം പാടിയിട്ട് നമ്മൾ നിന്ന് അപരപ്പോഴും നമ്മളും ആടും. ഈ വെള്ളം അടിക്കണ പോലെയാണ് ഈ സങ്കീർത്തനം വായിക്കേണ്ട ഇവന്മാർ. നമ്മൾ ചമ്മിപ്പോവും ശരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കി ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലെന്ന് തോന്നിപ്പോവും. യഹൂദൻ്റെ പ്രാർത്ഥന കണ്ട ദൈവത്തിൻ്റെ സ്വന്തം ആളെന്ന് പറഞ്ഞാൽ നമ്മൾ അവനോട് സ്തുതി പറയും. ഞാൻ കരയുന്ന മതിലിൻ്റെ അടുത്ത് പോയി നിന്നപ്പോൾ ഒരു യഹൂദൻ, അയാൾ നല്ല തടിയനാണ്, അയാളുടെ വൈഫ്, അയാളുടെ 6 കുഞ്ഞുങ്ങൾ. ആ 6ാമത്തെ കുഞ്ഞിന് ഇത്രയേ ഉള്ളൂ. അവൻ്റെ ഉള്ള മുടി ഇങ്ങനെ സ്പ്രിങ് പോലെ ഇട്ടിരിക്കുകയാണ് താഴേക്ക്. എല്ലാത്തിൻ്റെയും മുടി സ്പ്രിങ് പോലെയൊക്കെയാണ്. യഹൂദൻ്റെ കയ്യിൽ ഈ നട്ടുച്ച 45 ഡിഗ്രി ചൂടാണ്. അതിൽ 10 മണിക്ക് പാവപ്പെട്ടവൻ നിൽക്കണേ കുടുംബത്തോടെ കൂടി. ഈ കർത്താവിൻ്റെ പഴയ ആലയമാണ്, ഈശോയുടെ കാലത്തുണ്ടായിരുന്ന ആലയമാണ്. 2000 കൊല്ലം കഴിയുമ്പോഴും അവൻ അതിന്മേൽ നോക്കി കണ്ണുനീരിട്ടിട്ട് പറയും, ഞാൻ കർത്താവിൻ്റെ ആലയമാണ്, കർത്താവ് ഇത് പണിയും. എന്നിട്ട് ഇവൻ വന്ന് സങ്കീർത്തനം ഈ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മളിങ്ങനെ ആടി ഈ വെയിലത്ത് നിന്ന് ചെല്ലണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. ഞാനാണെങ്കിൽ എനിക്ക് ഇസ്രയേൽ ചെന്നിട്ട് ഞാൻ വല്ലാണ്ടായിപ്പോയത് ഈ സീൻ കണ്ടിട്ടാണ്. എന്നിട്ട് ആ കൊച്ചില്ലേ മുട്ടക്കൊച്ചിന് ശരിക്കും പറഞ്ഞാൽ 1.5 വയസ്സ് കാണത്തുള്ളത്, ചിലപ്പോൾ 2 വയസ്സ് കാണും. ആ പാവപ്പെട്ട കുഞ്ഞ് ഇരുന്ന് വെയിലത്തുണ്ട് മെഴുകുതിരി പോലെ ഉരുകയും. അപ്പം നോക്കണേയില്ല. അമ്മയും അപ്പനും കൂടി നിന്ന് പ്രാർത്ഥിക്കണം. 1.5 അവർ 3 ഞാൻ ചെല്ലുമ്പോൾ 12:30 അവിടെ. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ പിന്നെ ദൈവം എങ്ങനെ വിടാനാ? ദൈവം വിടത്തില്ല ശരിക്കും പറഞ്ഞു. നിങ്ങൾ പ്രെയർ എന്ന് പറഞ്ഞാൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. പ്രാർത്ഥന പഠിച്ചാൽ എല്ലാം പഠിച്ചു. എല്ലാം പഠിച്ചിട്ട് പ്രാർത്ഥന പഠിച്ചില്ല, ഒന്നും പഠിച്ചില്ല. കാര്യം പ്രാർത്ഥന എന്ന് പറയണത് എന്താ? ദൈവം വരണ നാഷണൽ ഹൈവേ ആണ് ശരിക്കും. നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിനെ വേണ്ടി ചോദിക്കണത് എന്താണ്? പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവാണ്. എൻ്റെ മക്കളെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് കർത്താവായിശയെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയുടെ അഭിഷേകം, ദൈവത്തിൻ്റെ കൃപ നൽകണമേ. സ്തുതിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥമാനെ.